അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ഏകദാ ഭോജനം കൃത്വാ സുപ്തോസൗ മുനിസത്തമാ ഭഗിനി വാസുകേസ്തത്ര സംസ്ഥിത വരവർണിനി. ന സംബോധയിതവ്യോഹം ത്വയാ കാന്തേ കഥഞ്ചന. ഇത്യുക്ത്വാ തു ഗതോ നിദ്രാം മുനിസ്താം സുദതിം തദാ. രവിരസ്തഗിരിം പ്രാപ്ത സന്ധ്യാകാല ഉപസ്ഥിതേ. കിം കരോമി ന മേ ശാന്തിസ്ത്യജേന്മാം ബോധിത പുനാ. ധർമ്മലോപഭയാദ്ഭീതാ ജരത്കാരുരചിന്തയൽ. നോചേൽ പ്രബോധയാമ്യേനം സന്ധ്യാകാലോ വൃഥാവ്രജേൽ. ധർമ്മനാശാദ്വരം ത്യാഗസ്തഥാപി മരണം ധ്രുവം. ധർമ്മഹാനിർനരാണാം ഹി നരകായ ഭവേത് പുനാ. ഇതി സഞ്ചിന്യ സാ ബാല തം മുനിം പ്രത്യബോധയൽ. സന്ധ്യാകാലോപി സംജാത ഉത്തിഷ്ഠോത്തിഷ്ഠ സുവ്രത. ഉദ്ധിതോസൗ മുനി കോപാത്താമുവാച വ്രജാമ്യഹം. ത്വം തു ഭ്രാതൃഗൃഹം യാഹി നിദ്രാ വിച്ഛേദകാരിണി. വേപമാനാബ്രവിദ്വാക്യമിത്യുക്ത്വാ മുനിനാ തദാ. ഭ്രാത്രാ ദത്താ തദർത്ഥം തത്കഥം സ്യാദമിത പ്രഭാ. മുനിഃ പ്രാഹ ജരത്കാരും
തതസ്തീതി നിരാകുല ഗതാ സാ മുനിനാ ത്യക്ത വാസുകേ സദനം തദാ പൃഷ്ടാ ഭ്രാതാബ്രവീദ്വാക്യം യഥോക്തം പതിനാ തദാ അസ്തീത്യുക്ത്വാ ച ഹിത്വാ മാം ഗതോസൗ മുനിസത്തമാ വാസുകിസ്തു തദാ കർണ്യ സത്യവാങ്മുനിരിത്യുത വിശ്വാസം ച പരം കൃത്വാ ഭഗിനീം താം സമാശ്രയൽ തതഃ കാലേന കിയതാ ജാതോസോ മുനിബാലക ആസ്തീക ഇതി നാമാസൗ വിഖ്യാത കുരുസത്തമാ തേനായം രക്ഷിതോ യജ്ഞസ്തവ പാർത്ഥിവസത്തമാ ഭ്രാതൃപക്ഷസ്യ രക്ഷാർത്ഥം മുനിനാ ഭാവിതാത്മനാ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം രണ്ടാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായം 39-ാമത്തെ ശ്ലോകം മുതൽ 51-ാമത്തെ ശ്ലോകം വരെ തർജ്ജമയായി, ഭാഷാഗാനമായി, പരിഭാഷയായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഒരിക്കൽ ഊണു കഴിഞ്ഞ് മുനിയുറങ്ങാൻ കിടന്നു. ഒപ്പമുണ്ടായിരുന്നു വാസുകി സോദരി. ഒരിക്കലും എന്നെ നീയും ഉണർത്തരുതെന്നു ചൊല്ലി ജരത്കാരു മുനി മെല്ലെ ഉറക്കമായി. ആദിത്യൻ അസ്താചലത്തിലെത്തി സന്ധ്യ ആവാറായി. വിളിച്ചുണർത്തിയാൽ എന്നെ ഉപേക്ഷിച്ചിടും. സന്ധ്യാകർമ്മം മുടങ്ങിയ ധർമ്മലോപം ഉണ്ടായിടും. അതുകൊണ്ടു ഉണർത്തിടാം ശരീയതു താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സന്ധ്യാകർമ്മം മുടങ്ങുന്നതിനേക്കാളും നല്ലതെന്നും എന്നെ ഉപേക്ഷിക്കുന്നതു തന്നെയാണല്ലോ. ഇദ്ദേഹത്തെ പിരിഞ്ഞിടിൽ മരണം നിശ്ചയം തന്നെ. ധർമ്മലോപം മനുഷ്യർക്കു നരകമേകും. ഇങ്ങനെ ചിന്തിച്ചാനവൾ മുനിയെ വിളിച്ചുണർത്തി. സന്ധ്യാസമയമായല്ലോ, ഉണർന്നെണീക്കൂ. ഉറക്കമുണർന്ന മുനി ക്രുദ്ധനായി പറഞ്ഞല്ലോ, ഞാൻ പോകുന്നു, നീയും നിന്റെ വീട്ടിൽ പോകുക. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മുനിയുടെ
മുനിയുടെ വാക്കു കേട്ടു വിറയോടെ അവൾ ചൊല്ലി, അങ്ങീനെയെങ്കിലെങ്ങിനെ അതു നടക്കും. ജരത്കാരു നിസ്സംശയം ചൊല്ലിയപ്പോൾ ഉണ്ടായിടും, ജരത്കാരുവാകും കന്യ വീട്ടിലേക്കു പോയി. സഹോദരൻ ചോദിച്ചപ്പോൾ മുനിയുടെ വാക്കു തന്നെ പറഞ്ഞവൾ ഉണ്ടായിടും എന്നതു മാത്രം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വാസുകിയോ മുനി വാക്യം സത്യമാകുമെന്നതോർത്തു വന്ന തൻ്റെ സോദരിക്കു അഭയം നൽകി. അങ്ങീനെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായി ആസ്തിക്യനെന്നു പേരുള്ള പുത്രൻ വിഖ്യാതൻ. മഹാരാജൻ അതിനാലെ ഭാവിതാത്മാവാകും മുനി സോദര കുലരക്ഷയ്ക്കായി യജ്ഞം മുടക്കി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഇവിടെ ജരൽക്കാരുവിൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച്, ദാമ്പത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ജരൽക്കാരു പത്നി വാസുകിയുടെ സഹോദരിയായ ജരൽക്കാരു. അപ്പം എന്തെങ്കിലും അഹിതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അപ്രിയമായി എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷം നിന്നെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് കാട്ടിൽ കഴിയണ സമയത്ത് ഏകദാ ഭോജനം കൃത്വ സുപ്തോസൗ മുനിസത്തമ ഭഗിനി വാസുകേസ്തത്ര സംസ്ഥിത വരവർണിനി. ഒരിക്കൽ ആ മുനിശ്രേഷ്ഠനായിരിക്കുന്ന ജരൽക്കാരു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ കിടക്കുകയാണ്. വാസുകിയുടെ സഹോദരി ഭാര്യയായ ജരൽക്കാരുവും ഒപ്പം തന്നെയുണ്ട്. ന സംബോധതേ വ്യോഹം
ത്വയാ കാന്തേ കഥഞ്ചനാ ഹേ കാന്തേ, പ്രിയപ്പെട്ടവളെ, നീ ഒരിക്കലും ഒരു കാരണവശാലും എന്നെ വിളിച്ചുണർത്തരുത്, ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇത്യുക്ത്വാതു ഗതോ നിദ്രാം മുനിസ്താം സുദതീം തഥാ, ആ സുന്ദരിയോട് ഇങ്ങനെ പറഞ്ഞു ജരൽക്കാരു, എന്തൊക്കെ വന്നാലും എന്ത് കാരണം കൊണ്ടാണെങ്കിലും നീയെ എന്നെ ഉണർത്താനേ പാടില്ല, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. രവിരസ്തഗിരിം പ്രാപ്ത, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടാവും ഉറങ്ങാൻ കിടന്നത് അല്ലേ? ഈ സമയം എന്തായി? സന്ധ്യാസമയത്തിലേക്ക് എത്തുന്നു. അസ്തമയ പർവ്വതത്തിലെത്തിയ ആദിത്യൻ. അപ്പൊ അസ്താചലത്തിൽ ആദിത്യൻ എത്തിയപ്പോ സന്ധ്യാസമയമായിരിക്കെ ഇനി താൻ എന്താണ് ചെയ്യേണ്ടത്? കിം കരോമി നമേ ശാന്തി ത്യജേന്മാം ബോധിതപ്പുന, എനിക്കൊരു മനസമാധാനവും ഇല്ലാതെയായി എന്ന് പത്നിയായ ജരൽക്കാരു ആലോചിക്കുകയാണ്. വിളിച്ചുണർത്തി കഴിഞ്ഞാലോ തീർച്ചയായും ത്യജേന്മാം, എന്നെ ഉപേക്ഷിക്കും. പക്ഷേ ധർമ്മലോപഭയാത് ഭീത ജരത്കാരു അചിന്തയൽ നോചേൽ പ്രബോധയാമ്യേനം സന്ധ്യാകാലോ വൃഥാവ്രജേൽ. സന്ധ്യാനിയമം, സന്ധ്യാവന്തനം അനുഷ്ഠിക്കാതിരിക്കുക, അത് വലിയ ധർമ്മലോപമാണ്. അപ്പം അതുകൊണ്ട് ജരൽക്കാരും ആലോചിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? ഇദ്ദേഹത്തെ ഉണർത്താം, സന്ധ്യാസമയം വെറുതെ നശിച്ചു പോകാൻ പാടില്ല, എന്നെ വേണമെങ്കിൽ ഉപേക്ഷിച്ചോട്ടെ അല്ലേ? ധർമ്മനാശാദ്വരം ത്യാഗസ്തഥാപി മരണം ധ്രുവം. നോക്കൂ, സത്യത്തിൽ ഈ സന്ധ്യാനിയമം അനുഷ്ഠിക്കാതെ ധർമ്മലോപം സംഭവിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? എന്നെ ഉപേക്ഷിക്കുന്നതാണ്. അദ്ദേഹത്തെ പിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മരണം ധ്രുവം, എനിക്ക് മരണം സംഭവിക്കും, എനിക്ക് അദ്ദേഹത്തെ വിട്ട് ജീവിക്കാനേ സാധിക്കില്ല. ധർമ്മലോപം കൊണ്ട് ധർമ്മഹാനിർ നരാണാം ഹി നരകായ ഭവേത് പുന. ധർമ്മലോപം കൊണ്ട് എന്തുണ്ടാവും? മനുഷ്യർക്ക് നരകം അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഫലം, ധർമ്മലോപത്തിൻ്റെ ഫലം എന്താണ്? നരക ദുഃഖമാണ്. ഇതി സഞ്ചിന്യ സാ ബാല തം മുനിം പ്രത്യബോധയൽ. ഇത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് സാ ബാല, ആ സ്ത്രീ, തം മുനിം പ്രത്യബോധയൽ, മുനിയെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി. സന്ധ്യാകാലോപി സഞ്ജാത ഉത്തിഷ്ഠോത്തിഷ്ഠ സുവ്രത. സന്ധ്യാസമയമായിരിക്കണു, ഹേ വ്രതനിഷ്ഠനായിരിക്കുന്ന മഹർഷേ, അങ്ങ് എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, എണീറ്റാലും എണീറ്റാലും എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി. ഉദ്ധിതോസൗ മുനിക്കോപാത്താമുവാച വ്രജാമ്യഹം ത്വം തു ഭ്രാതൃഗൃഹം യാഹി നിദ്രാവിച്ഛേദകാരിണി. ഉറക്കത്തുനിന്ന് ഉണർന്ന മുനി ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്, ഞാനിതാ വ്രജാമ്യഹം, ഞാനിതാ ഇറങ്ങിപ്പോവാണ്. എൻ്റെ ഉറക്കം കെടുത്തിയ നിദ്രാവിച്ഛേദകാരിണിയായിരിക്കുന്ന നീയ് ഭ്രാതൃഗൃഹം യാതി, നിന്റെ ഏട്ടൻ്റെ അടുത്തേക്ക്, വാസുകിയുടെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ. വേപമാനാബ്രവീദ്വാക്യമിത്യുക്താ മുനിനാ തദാ ഭ്രാത്രാ ദത്താ തദർത്ഥം തൽകഥം സ്യാദമിത പ്രഭ. മുനി ഇങ്ങനെ പറഞ്ഞപ്പോ ഭാര്യയായ ജരൽക്കാരു പേടിച്ചു വിറച്ചു. എന്നിട്ട് ഹേ അമിതപ്രഭ, സഹോദരൻ എന്നെ ദാനം ചെയ്തത് അതിനു വേണ്ടിയാണല്ലോ, അതെങ്ങനെയുണ്ടാവും? ഭ്രാത്രാ ദത്ത തദർത്ഥം തൽ കഥം സ്യാദ്, എങ്ങനെയാണ് അതുണ്ടാവുക? അതിനു വേണ്ടിയല്ലേ ദാനം ചെയ്തത്? പ്രത്യേകിച്ച് പറഞ്ഞില്ല, പക്ഷേ മുനിക്ക് മനസ്സിലായി. കാരണം ആസ്തികന്റെ ജനനത്തിന് വേണ്ടിയാണല്ലോ ഈ ജരൽക്കാരും തമ്മിൽ വിവാഹം ചെയ്തത്. അതുണ്ടായിട്ടില്ല അതുവരെ, അപ്പൊ പിന്നെ എങ്ങനെ അതുണ്ടാവും എന്ന് ചോദിക്കുകയാണ്. മുനിപ്രാഹ ജരൽക്കാരുവിനോട് മുനി പറഞ്ഞു, തദസ്തീതി നിരാകുലനായി, ഒട്ടും തന്നെ ആശങ്കയില്ലാതെ ആകുലനാവാതെ അദ്ദേഹം പറഞ്ഞു, തത് അസ്തി ഇതി, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതുണ്ട് എന്ന് പറഞ്ഞു. തദസ്തി. എന്നിട്ടോ മുനി ഉപേക്ഷിച്ചപ്പോ ഗതാസാ മുനിനാ തെക്ത വാസുകേ സദനം തദ, വാസുകിയുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പൃഷ്ടാഭ്രാത അബ്രവീദ്വാക്യം യഥോക്തം പതിനാ തദാ
അസ്തീത്യുക്ത്വാ ച ഹിത്വാ മാം ഗതോസൗ മുനിസത്തമാ. വാസുകി ചോദിച്ചു, എന്താ ഇങ്ങനെ ഉപേക്ഷിച്ചു വന്നത്? ഭർത്താവ് എന്താ പറഞ്ഞത്? ഭർത്താവ് പറഞ്ഞത് അതേപോലെ അസ്ഥി, അതുണ്ടാവും. അസ്ഥീത്യുക്ത്വ, അതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ആ മുനി എന്നെ വെടിഞ്ഞ് എങ്ങോട്ടോ പോയി. ഹിത്വാ മാം ഗതോസൗ മുനിസത്തമ, അദ്ദേഹം എങ്ങോട്ടോ പോയി. വാസുകിസ്തു തദാകർണ്യ സത്യവാങ്മുനിരിത്യുത വിശ്വാസം ച പരം കൃത്വാ ഭഗിനിം താം സമാശ്രയൽ. അത് കേട്ടപ്പോൾ വാസുകി ആ മുനിയുടെ വാക്കിനെയും വിശ്വസിച്ചു, അത് സത്യമാവുകയുള്ളൂ. അങ്ങനെ ആ വിശ്വാസം അർപ്പിച്ചും കൊണ്ട് സഹോദരിക്ക് അഭയം കൊടുക്കുകയും ചെയ്തു, ആശ്രയം കൊടുത്തു. തതക്കാലേന കിയത ജാതോസൗ മുനിബാലക ആസ്തീക ഇതി നാമാസൗ വിഖ്യാത കുരുസത്തമ. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനിച്ച മകനാണ് ഈ ജരൽക്കാരു ദമ്പതികൾക്കുണ്ടായ ജനിച്ച മകനാണ് ഈ ആസ്തീകൻ, ഈ മുനികുമാരൻ. ആസ്തീക ഇതി നാമാസോ വിഖ്യാത കുരുസത്തമ. ഹേ ജനമേജയ, കുരുശ്രേഷ്ഠനായിരിക്കുന്ന ജനമേജയ, ഈ മുനികുമാരനാണ് ആസ്തീകൻ എന്ന പേരിൽ വിഖ്യാതനായത്. തേനായം രക്ഷിതോ യജ്ഞസ്തവ പാർത്ഥിവ സത്തമ. അതുകൊണ്ടാണ് ആ ഭാവിതാത്മാവായിരിക്കുന്ന മുനി ഭ്രാതൃപക്ഷസ്യ രക്ഷാർത്ഥം മുനിനാ ഭാവിതാത്മന. ഇപ്പൊ സഹോദരകുലത്തെ രക്ഷിക്കാൻ വേണ്ടി അങ്ങയുടെ യജ്ഞം മുടക്കിയത്. കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് വേദവ്യാസൻ ജനമേജയൻ്റെ അടുത്ത്. അങ്ങനെയുള്ള 51-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം മുതലാണ് അറക്കുളം നെല്ലിക്കാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാഹാത്മ്യത്തോടുകൂടി ശ്രീമദ് ഭാഗവത സപ്താഹം ആരംഭിക്കുന്നത് എന്നുകൂടി എല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പതാ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.